അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, പുറമേ നിന്നുള്ളതല്ല ഒരുവനെ അശുദ്ധമാക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നവയാണ് നമ്മെ അശുദ്ധമാക്കുന്നത്. അപ്പോൾ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, ഭിന്നത, ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതല്ല നമ്മളെ അശുദ്ധരാക്കുന്നതെന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ഈശോ എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. ഈശോ അതാണ് ഒരു ശിശുവിനെ വിളിച്ച് നടുക്ക് നിർത്തിക്കൊണ്ട് ഈശോ ശിഷ്യന്മാരും പറയുന്നുണ്ട്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. നിഷ്കളങ്കത ഉള്ള ഒരു ഹൃദയം ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. നിർമ്മലമായ ഒരു ഹൃദയം, ഇമ്മ്ളച്ച ഹൃദയത്തിലെ എല്ലാം എടുത്തു മാറ്റി, ഹൃദയത്തിലെ എല്ലാ വിഗ്രഹങ്ങളും, നമ്മുടെ ഹൃദയത്തിന് അനേകം വിഗ്രഹങ്ങളുണ്ട്. നമ്മളാകുന്ന വിഗ്രഹമുണ്ട്. ഞാനെന്ന ഭാവം നമ്മളിലുണ്ട്. എൻ്റെ പേര്, എൻ്റെ മഹിമ, എൻ്റെ സൗന്ദര്യം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കുടുംബ മഹിമ, എൻ്റേതായിട്ടുള്ളത് എല്ലാം എന്നിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നമുക്കെടുത്ത് മാറ്റണമെങ്കിൽ കർത്താവിൻ്റെ സഹായവും സാന്നിധ്യവും നമുക്ക് ആവശ്യമാണ്. അതിനാണ് നമ്മൾ വിശുദ്ധ വചനം, വിശുദ്ധ കൂദാശകൾ, കുമ്പസാരം എന്ന അമൂല്യമായ കൂദാശ, വിശുദ്ധ കുർബാനയിലും നമ്മൾ ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യും തോറും ഈശോയുടെ ശരീരത്തോടും ഈശോയുടെ മനസ്സിനോടും നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. അതുപോലെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 3:16-17 തിരുവചനത്തിൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ ശരീരത്തെ അശുദ്ധമാക്കരുത്. നമ്മുടെ എല്ലാം വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തെ മലിനമാക്കുന്ന പാപങ്ങൾ, നമുക്കറിയാം എന്തെല്ലാം പാപങ്ങളാണ് നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾ വിരക്തി പാലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അതിൽ നിന്നെല്ലാം നമ്മൾ മാറാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ വിശുദ്ധി സംരക്ഷിക്കപ്പെടുകയാണ്. ദൈവിക ജീവൻ അവിടെ പ്രദാനം ചെയ്യുകയാണ്. ആ ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഓരോ ദിവസവും ആനയിക്കണമേ. കണ്ണുകളെ നിയന്ത്രിക്കുമ്പോൾ, കാലുകളെ നിയന്ത്രിക്കുമ്പോൾ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഏറ്റവും നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുവാണെങ്കിൽ നല്ലതാണ്. അതിൽ പറയാണ്, നാവിൻ്റെ ദുരുപയോഗം. നമ്മൾ നാക്കിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ആ ശക്തി നമുക്ക് ലഭിക്കുകയാണ്. അതാണ് ഒരു കാര്യം കേട്ടാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അതാണ് പ്രഭാഷണ പുസ്തകം 28-ാം അധ്യായത്തിൽ പരദൂഷണത്തെക്കുറിച്ച് പറയുന്നു, നാവിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു, നാവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഓരോ അവയവങ്ങളും നമ്മൾ വിശുദ്ധി പാലിക്കും തോറും യേശുവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യും. യേശുവിൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് വരും. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും വിശുദ്ധി പാലിക്കുമ്പോൾ എല്ലാ തരത്തിലും വിശുദ്ധി പാലിക്കുവാൻ ഈശോയോട് നമുക്ക് അപേക്ഷിക്കാം. ഇതിനെല്ലാം കർത്താവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതാണ് 1 കൊരിന്ത്യർ 10:13 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും ദൈവം നമുക്ക് തരും. ആ കർത്താവിനോട് നമ്മൾ ചേരാൻ ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ട സഹായവും നമുക്ക് ദൈവം തരും. ഈ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള എല്ലാവിധ ആയുധങ്ങളും ദൈവം നമ്മളെ ധരിപ്പിക്കും. പക്ഷെ നമ്മൾ ആ ദൈവത്തോട് വിശ്വസ്തം ഉണ്ടാകും. ഈശോ പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ്. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ എന്തായാലും ഉണ്ടാകും. അതിനെ യേശുവിനോട് ചേർത്ത് നമ്മൾ കാഴ്ചയായി സമർപ്പിക്കുമ്പോൾ അതൊരു പുണ്യമായി മാറുകയാണ്.
അവിടെ പിന്നെ യേശുവാണ് നമ്മുടെ കൂടെ സഹായത്തിനായി വരിക. അതിനാണ് കർത്താവിലുള്ള പരിപാലന, കർത്താവിൻ്റെ പരിപാലനയും നമ്മൾ ആശ്രയിക്കുക. ജീവിത ക്ലേശങ്ങൾ, സുഖഭോഗങ്ങൾ, മദ്യാസക്തി ഇവയെല്ലാം വരുമ്പോൾ കർത്താവിൻ്റെ ആ വിശുദ്ധിയെ ഞെരുക്കിക്കളയാണ്. അപ്പം നമ്മളെ പലപ്പോഴും എല്ലാവരുടെയും മേലും പതിക്കുന്ന പാപങ്ങളാണ്. ഈ പാപങ്ങളിൽ നിന്നുള്ള വിടുതലാണ് വിശുദ്ധി. ആ ഒരു വിശുദ്ധി പാലിക്കുവാൻ നമുക്ക് ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം. ആ ഈശോയുടെ സ്നേഹത്തിൽ വളരുവാൻ കർത്താവിനോട് നമുക്ക് സഹായം യാചിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇരുന്ന് വായിച്ച് ധ്യാനിച്ച് അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഓരോന്നിലും ഈശോയോട് ചേർന്ന് നമ്മൾ അനുസരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധി നമ്മൾ വർഷിക്കപ്പെടും. അതുപോലെ തന്നെ റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം നമ്മളെടുത്ത് വായിച്ചാൽ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുള്ള ഒരു മിനി ബൈബിളാണ് റോമ 12-ാം അധ്യായം. അതിൽ 1-ാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അതുവഴി ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഈ ഒരൊറ്റ വചനം മാത്രം മതി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ. ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസേ പറയാണ്, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമ്മുടെ യഥാർത്ഥമായ ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഈ മനസ്സിൻ്റെ നവീകരണമാണ് മാനസാന്തരം. ഈ മനസ്സിൻ്റെ നവീകരണമാണ് അനുതാപം. ഈ മനസ്സിൻ്റെ നവീകരണമാണ് കുമ്പസാരം. ഈ മനസ്സിൻ്റെ നവീകരണമാണ് വിശുദ്ധി. ഇങ്ങനെ നമ്മൾ ദൈവത്തിനൊരു ആരാധന നമ്മളെ തന്നെ അർപ്പിക്കുമ്പോഴാണ് നമുക്ക് നല്ലതെന്തെന്നും പ്രീതിജനകമായതും ദൈവഹിതം എന്തെന്നും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാം അടങ്ങുന്നതാണ് നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് സജീവ ബലിയായി സമർപ്പിക്കുന്നത്. നമ്മളെ തന്നെ നമുക്ക് ഒരു സജീവ ബലിയായി യേശുവിനെ സമർപ്പിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.